ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഫ്രാക്ഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. നമ്മൾ അൽഫാമെന്നാണ് തുടങ്ങിയതില്ലേ മക്കൾസ്. എന്താണ് ഒരു അൽഫാമിനെ 4 പീസാക്കിയിട്ട് അതിലൊരു പീസാക്കുന്നതിന് നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ ക്വാർട്ടർ എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ 4 പീസാക്കിയിട്ട് അതിലെ 2 പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ചിക്കൻ വലിയ കോഴിനെ 2 പീസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ, 4 പീസാക്കിയിട്ട് അതിന് 2 പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഹാഫാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മക്കൾക്ക് ക്ലിയർ അല്ലേ? അതുപോലെ നമ്മൾ 3/4 പറഞ്ഞില്ല മക്കൾസ് ഓർക്കുന്നില്ലേ? 3/4 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3/4 ആകുമ്പോൾ എങ്ങനെയാണ് വരിക? 3/4 ആകുമ്പോൾ 4 പീസിൽ 3 എടുത്തിട്ടുണ്ടെങ്കിൽ 3/4 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രാക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്രാക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് എ ഹോൾ. അതായത് എന്താണ്? മൊത്തത്തിൻ്റെ പാർട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്രൂപ്പിൻ്റെ പാർട്ടാക്കുന്നതിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? ഡിവിഷൻ തന്നെയാണ് നമ്മുടെ ഫ്രാക്ഷൻ. മിസ്സിൻ്റെ മക്കൾക്കൊക്കെ ക്ലിയർ ആണെന്ന് മിസ് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫ്രാക്ഷന് നമുക്കറിയാം ന്യൂമറേറ്ററും ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? ഡിനോമിനേറ്ററും ഉണ്ടാകും അല്ലേ. ഒരു ഫ്രാക്ഷന് ന്യൂമറേറ്ററും അതുപോലെ ഡിനോമിനേറ്ററും ഉണ്ടാകും. മുകളിലുള്ള ആൾ ന്യൂമറേറ്ററും അതുപോലെ തന്നെ അടിയിലുള്ള ആളാണ് ഡിനോമിനേറ്റർ അല്ലേ. മുകളിൽ ന്യൂമറേറ്ററും അതുപോലെ അടിയിൽ പറയുമ്പോൾ ഡിനോമിനേറ്ററും. ഓക്കെ, മിസ്സിൻ്റെ മക്കൾക്ക് എല്ലാവരും നമ്മൾ 5th മുതൽ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ മുന്നേ നമ്മൾ അൽഫാമിനെ എന്താണ് മക്കൾസ്? അൽഫാമിനെ 4 പീസിൽ 2 എടുത്തപ്പോൾ ഹാഫ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം 4 പീസിൽ 2 എടുത്തപ്പോൾ ഹാഫ് എന്ന് പറഞ്ഞു. അതുപോലെ 1/2 എന്ന് പറയുന്നത് ഹാഫാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഫ്രാക്ഷന് അതിൻ്റെ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ കൊണ്ട് ചെറുതാക്കാൻ കഴിയുകയാണെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ഉണ്ടാവും. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 1/2 = 2/4 ആണ്. കാരണം എന്താ? 2നെയും 4നെയും നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 1/2 കിട്ടും. ഇനി 3/6 അവിടെ എന്താണ്? 2ന് 3 കൊണ്ട്, 2 3ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 3 കൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1/2 കിട്ടും. അതുപോലെ ഇവിടെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്താലും 1/2 കിട്ടും അല്ലേ. അപ്പോൾ കോമൺ ആയിട്ട് മൾട്ടിപ്പിൾസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒക്കെ ഈക്വാലൻറ്റ് ഫ്രാക്ഷനാന്ന് പറയും. ഓക്കെ, മിസ്സിന് ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ ആണ് അല്ലേ. 3 ടൈപ്പ് ഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സ്ഡ്. അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണ്? പ്രോപ്പർ ഫ്രാക്ഷൻ ആകുമ്പോൾ ചെറിയ കുട്ടി വലിയ കുട്ടിയുടെ മടിയിൽ കയറിയിരിക്കുകയാണ് അല്ലേ. ചെറിയ കുട്ടിയുടെ മടിയിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റും അല്ലേ മക്കൾസ്. അവിടെ 1/2 ഒക്കെ എടുക്കുകയാണെങ്കിൽ 1ഉം മുകളിലും താഴെ 2 ആണ്. അപ്പം ചെറിയ കുട്ടി എന്താണ്? വലിയ കുട്ടിയുടെ മടിയിലാണ് കയറി ഇരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റും. ഇംപ്രോപ്പർ ആവുമ്പോൾ എന്താണ്? വലിയ കുട്ടി കയറിയിട്ട് ചെറിയ കുട്ടിയുടെ മടിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചമ്മന്തി ആവൂലേ. 5/2 എടുക്കുകയാണെങ്കിൽ മുകളിലെ വലുതും താഴെ ചെറുതുമാണ്. അപ്പം നമ്മൾ ചമ്മന്തി ആവില്ല, പ്രോപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ പറയും. അതുപോലെ നമ്പർ പാർട്ടും ഫ്രാക്ഷൻ പാർട്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. മിസ്സിനൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ മക്കൾസേ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു മക്കൾസേ? അടുത്തതായിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ആഡിങ് ലൈക്ക് ഫ്രാക്ഷൻ, അതായത് ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈക്വൽ ഫ്രാക്ഷനാണ്. അവിടെ ആഡ് ചെയ്യാൻ നമുക്ക് ഈസിയാണ്. എന്താണ്? ന്യൂമറേറ്ററുകളെ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ അൺലൈക്ക് ഫ്രാക്ഷൻ, അതായത് ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ അല്ലാത്ത ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അഥവാ ബട്ടർഫ്ലൈ മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അല്ലേ. അത് മിസ്സിൻ്റെ മക്കൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? മിസ്സിൻ്റെ മക്കൾക്ക് ഓർമ്മയല്ലേ?
ഓക്കെ. ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ്. നമ്മൾ 6th പഠിച്ചിട്ടുള്ള സെയിം കാര്യമാണ്. 6th പഠിച്ചിട്ടുള്ള സെയിം കാര്യം മാത്രമാണ് നമ്മുടെ 7th ഉള്ളത്. ഓക്കെ. അതേ സെയിം ചാപ്റ്റർ 2 ചാപ്റ്റർ 6th ഫ്രാക്ഷൻ 2 ചാപ്റ്ററിൽ ഒരു ചാപ്റ്ററിലുള്ളത് 7th വന്നപ്പോൾ 2 ചാപ്റ്ററിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അതിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം, വലിയ കുട്ടി കയറി ചെറിയ കുട്ടിയുടെ മടിയിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവില്ല, പ്രോപ്പറായിട്ട് ഇരിക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ മിക്സഡ് ഫ്രാക്ഷനിലൊക്കെ ഇട്ട് മാറ്റണം. അതിന് ജസ്റ്റ് ഒരു ട്രിക്ക് ഉണ്ട് മക്കൾസ്. ഇവിടെ നോക്കി, ഇവിടെ 13/5 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ 13 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് ഡിവൈഡ്